ശ്രീ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ ഒരു നേതൃപാഠം കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവായിട്ടാണ് അദ്ദേഹത്തെ കമ്പയർ ചെയ്യാൻ പറ്റുക? കേരളത്തെക്കുറിച്ച് കൃത്യമായിട്ടൊരു വിഷനുള്ള നേതാവായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അതുപോലെ തന്നെ പ്രവർത്തകരോടും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് സീറ്റുകൾ ഇപ്രാവശ്യം പിടിക്കും. ഭരണം പിടിച്ച് അത്ഭുതപ്പെടാനില്ലെന്ന് എൻ്റെ എതിരാളികൾ LDF UDF അല്ല. ഭരണത്തെ മടുത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ രാഷ്ട്രീയം തന്നെ മടുത്തതുകൊണ്ടാണോ? രാഷ്ട്രീയം തന്നെ മടുത്തതുകൊണ്ടാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ ഒരു നേതൃപാഠം ഇപ്പോൾ താങ്കളെ പോലുള്ള BJP പ്രവർത്തകർക്ക് പ്രവർത്തിക്കാനൊരു ഇതിലോട്ട് പോയിട്ടുണ്ടോ? എനിക്ക് വളരെ അത്ഭുതം തോന്നി. ശ്രീ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായിട്ട് വരുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്. ഈസ് എ പ്രൂവ്ഡ് ബിസിനസ്മാൻ. അത് രീതിയാണോ? അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വിഷൻ. അപ്പം അദ്ദേഹം സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലായാലും, അതുപോലെ സോഫ്റ്റ്വെയർ മാത്രമല്ല, ഈവൻ ഹാർഡ്വെയറിൻ്റെ കാര്യത്തിലായാലും അദ്ദേഹത്തിൻ്റെ ഇൻ്റലിൻ്റെ ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ തോട്ട്സും അദ്ദേഹത്തിൻ്റെ സ്പീച്ചും ഒക്കെ എക്സലൻറ്റ്. ദർ ഇസ് നോ, ഞാൻ ഇത് പറയല്ല, കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവായിട്ടാണ് അദ്ദേഹത്തെ കമ്പയർ ചെയ്യാൻ പറ്റുക? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റു സബ്ജക്റ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം സംസാരിച്ചിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല ഒരു കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനും പറ്റുന്നു. ഞാൻ ആരെയും കുറ്റം പറയല്ല, ഈസ് ദാറ്റ് ലെവൽ. പക്ഷേ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് എത്രത്തോളം ഒരു താല്പര്യമുണ്ടെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു വരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തോട്ട്സ് വളരെ ക്ലിയർ ആയിരുന്നു. വികസന അജണ്ട വയ്ക്കുമ്പോൾ ഞങ്ങളെല്ലാം കുറച്ച് ഈ കേരളത്തിലെ ആൾക്കാർ അതിന് പ്രാക്ടിക്കലി അത് പൊളിറ്റിക്കൽ വോട്ടാവുമെന്ന്. പക്ഷേ നൗ ഇറ്റ്സ് സ്റ്റാർട്ടഡ് ഗിവിങ് സ്റ്റാർട്ട് yielding. ഒരു വികസനത്തെക്കുറിച്ച് കേരളത്തിലെ യുവാക്കൾ കാര്യമായി ചിന്തിക്കുന്നു. ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തോട്ട്സ് വളരെ ക്ലിയറാണ്. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ ഈസ് എ മാൻ വിത്ത് സം കൈൻഡ് ഓഫ് വിഷൻ. കേരളത്തെക്കുറിച്ച് കൃത്യമായിട്ടൊരു വിഷനുള്ള നേതാവായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അതുപോലെ തന്നെ പ്രവർത്തകരോടും കൃത്യമായി അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട. ആൻഡ് ഓൾസോ പ്രാക്ടിക്കൽ. സോ വിഷനുണ്ട്, പ്രാക്ടിക്കലാണ്. യൂത്തിൻ്റെ ജെൻസി കിഡ്സിൻ്റെ ചിന്തകൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. ഐ തിങ്ക് ഓരോരോ കാലഘട്ടത്തിലും ഇപ്പം മാരാർജി ഒരു പൊസിഷനിൽ നിന്ന് ഒരു സ്ഥലം വരെ എത്തിച്ചു. അതിനുശേഷം രാജഗോപാൽ ഹാവ് എ ഡിഫറൻറ്റ് ദിസ് തിങ്. കുമ്മനം രാജശേഖരനും മി മുരളീധരൻ സംഘടനയെ കുറച്ചും കൂടി ശക്തമായ അടിത്തറ ഉണ്ടാക്കി. സുരേന്ദ്രനും മറ്റൊരു വളരെ അഗ്രസീവാക്കി. കുമ്മനം രാജശേഖരൻ കുറച്ചും കൂടി, ശ്രീധരൻപിള്ള സാർ വേറൊരു രീതിയായിരുന്നു. സോ ദ ഓർഗനൈസേഷൻ ഹാസ് ബീൻ ഒരു ഷേപ്പിംഗ് ചെയ്യുകയാണ്. കമ്പാരിറ്റീവ്ലി ചെറിയ കുറച്ച് കാലമല്ലായിട്ടുള്ളൂ. അപ്പോൾ കേരളത്തിലെ സംഘടനയെ ഷേപ്പ് ചെയ്യുന്ന നേതാക്കളാണ് ഇവരൊക്കെ പലതരത്തിലും. ഇതെല്ലാം വേണമല്ലോ, ഇറ്റ്സ് എ മിക്സ് ഓഫ് ദിസ് തിങ്. ആൻഡ് നൗ ഇറ്റ്സ് എ പിരമിഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നോളജിക്കലി പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ ആളുകൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് കൊടുക്കാൻ പറ്റിയൊരു നേതാവ് വന്നിരിക്കുന്നു. അതും ഞങ്ങളുടെ സംഘടനയ്ക്ക് വളരെ മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് സീറ്റുകൾ ഇപ്രാവശ്യം പിടിക്കും. ഭരണം പിടിച്ച് അത്ഭുതപ്പെടാനില്ലെന്ന് നോക്കൂ. ഞാൻ ത്രിപുര നിങ്ങൾ മനസ്സിൽ വെക്കണം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ BJPക്ക് 2000 വോട്ട് മാത്രമേ എറണാകുളത്ത് വ്യത്യാസമുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു? സത്യം എന്താ പറയും? മൂന്നാം സ്ഥാനത്ത് നിന്നാണ് നമ്മൾ. മൂന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും തമ്മിലുള്ള 18,630 വോട്ടും 20,000 വോട്ടും. ദാറ്റ്സ് എ ഡിഫറൻസ് ഇൻ ലാസ്റ്റ് ഇലക്ഷൻ. The devil in the details എന്ന് പറയാറില്ലേ പൊതുവെ. when we go to the details you can see the difference. so I'm feeling the difference. എനിക്കൊന്ന് എറണാകുളത്തിലെ ജനങ്ങൾ ഒരു മാറ്റത്തിന് നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എറണാകുളത്തെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ ഞാൻ പറയാം. നമ്മൾ നോക്കൂ, എറണാകുളം മണ്ഡലത്തിൽ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ എണ്ണം എടുത്താൽ ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് അറിയായിരിക്കും. ഇപ്പോൾ തേവര ഐലൻഡ് ഭാഗത്ത് കഴിഞ്ഞാൽ അവിടെ നേവൽ ബേസ്, പോർട്ട്, ദെൻ ഷിപ്പ്യാർഡ്, സ്വിഫ്റ്റ്, CMFRI, ESI, IT-യുടെ ഓഫീസ്, GSTയുടെ ഓഫീസ്, തൊട്ടിപ്പുറത്ത് കഴിഞ്ഞാൽ എംപെഡ, സ്പൈസസ് ബോർഡ്, ഇതിലൊക്കെ സ്റ്റാഫ്. ഇത് മാറ്റി നിർത്തിയാൽ എറണാകുളം ജില്ല എന്തുണ്ട്? എറണാകുളം ടൗൺ എന്തുണ്ട്? ലുലുവും അതേപോലെ ഹയാത്തും ഉണ്ടാവും. അവസാനം പോയി കഴിഞ്ഞാൽ ഹൈക്കോടതിയും. ഇത് മാറ്റി വെച്ചാൽ എന്ത് ഡെവലപ്മെൻറ്റാണ് ഈ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കൊച്ചിൻ കോർപ്പറേഷൻ കഴിഞ്ഞ 70 വർഷമായിട്ട് ചെയ്തിട്ടുള്ളത്? വലിയ ഫ്ലാറ്റുകളൊക്കെ പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്. എറണാകുളം സിറ്റി ഡെഡായി. ഈ പറയുന്ന നടക്കുന്നതെല്ലാം അപ്പുറത്ത് തൃക്കാക്കര. ഒരുപക്ഷെ K. കരുണാകരൻ ഉണ്ടായിരുന്നപ്പോഴാണ് നമുക്ക് പറഞ്ഞ പോലെ എയർപോർട്ടും സ്റ്റേഡിയവും എല്ലാം കിട്ടിയത്. അതെ. എന്നാൽ വിചിത്രമായ കാര്യം, ഈ കേരളത്തിലേക്കുള്ള ബജറ്റിൽ 45% ഓഫ് ദ ബജറ്റ് ഹാസ് ബീൻ ഗിവൺ ബൈ ദ എറണാകുളം ഡിസ്ട്രിക്ട്. യു ഹാവ് എ സ്റ്റഡീസ്. എല്ലാവരും കൃത്യമായിട്ട് പറയുന്നത് 45% എറണാകുളം ജില്ല എന്നാണ് കൊടുക്കുന്നത്. ഈ കൊടുക്കുന്നത് തന്നെ ഷിപ്പ്യാർഡും റിഫൈനറിയാണ് ഏറ്റവും കൂടുതൽ. അതിൻ്റെ GST വരുന്നത്. ഇത്രയും കിട്ടിയിട്ടും ഇതാണ് സ്ഥിതി. ഇവിടെ ഒരു സംസ്ഥാന സർക്കാർ നിങ്ങൾ പറയണ്ടല്ലോ ആശുപത്രിയിൽ, ഞാൻ വെല്ലുവിളിക്കുന്നു. സംസ്ഥാനത്തെ ഏറ്റവും നല്ലൊരു ആശുപത്രിയാണ് ഈ പറയുന്ന എറണാകുളം ജനറൽ ആശുപത്രി. അവിടുത്തെ ഇല്ലായ്മകളൊക്കെ ഞാൻ എണ്ണി പറയാം. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ക്യാൻസറിൻ്റെ ഒരു വിഭാഗം തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ ഞാനതല്ല ഞാൻ ഈ സംസ്ഥാന സർക്കാരിൻ്റെ കണക്കുകളടക്കം ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ NRHM-ഉം NRHU സംസ്ഥാന നാഷണൽ റൂറൽ ഹെൽത്തും NHM-ഉം NAM എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവിടുത്തെ പല ഗവൺമെൻറ് ആശുപത്രിയിലെയും 30% ഓഫ് സ്റ്റാഫ്
ഐ മീൻ ദ ഡോക്ടേഴ്സ് ഓർ എ ഫാർമസ്യൂട്ടിസ്റ്റ് ഓർ എ ഫിസിയോതെറാപ്പിസ്റ്റ് ഓർ സംതിങ് എവറിത്തിങ് 30-40% കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ്, ശമ്പളമാണ് കൊടുക്കുന്നത്. അവിടുത്തെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഞാനിപ്പോൾ ഡീറ്റെയിൽ ആണെങ്കിൽ എടുത്തു തരാം. ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ്. ഇപ്പോൾ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് റിഫൈനറിയുടെയാണ്. ഇവിടുത്തെ മാർക്കറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. 72 കോടിയായിട്ട് സംതിങ് ദാറ്റ് പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. 10% സംസ്ഥാന സർക്കാർ ചെയ്തേക്കുന്നത്. അമൃത് പദ്ധതി 1-2 ഈ ചേരി നിർമ്മാർജ്ജനം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. എന്താണ് ഇവർ ഈ പിരിച്ചുകൊണ്ട് ചെയ്തേക്കുന്നത്? ഈ സംസ്ഥാനത്തെ ജനങ്ങൾ, യുവാക്കൾ, അവർക്ക് കൃത്യമായിട്ട് ഇൻ്റർനെറ്റിൽ കണക്ക് കിട്ടുന്നതല്ലേ, ഡാറ്റ കിട്ടുന്നതല്ലേ? ഇതൊന്നും സംസ്ഥാനത്തെ നിർഭാഗ്യവശാൽ ഒരു മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും പുറത്തേക്കും പറയുന്നില്ല. പക്ഷേ ഇതെല്ലാം സത്യമാണ്. ഇവിടുത്തെ ഡെവലപ്മെൻറ്റ്, ഇവിടുത്തെ ഹോസ്പിറ്റൽ ഇഷ്യൂ ആയാലും അതുപോലെ തന്നെ മറ്റുള്ള പോർട്ട് ഷിപ്പ്യാർഡ് അടക്കമുള്ള CMFRI സ്വിഫ്റ്റ് അടക്കമുള്ള സ്ഥാപനങ്ങൾ, ഇവിടുത്തെ ശുചിത്വം, വെള്ളക്കെട്ട് കളക്ടറല്ലേ സുഹാസ് ഇരിക്കുമ്പോഴല്ലേ ഈ പ്രശ്നം നടക്കുന്നത്. നേരിട്ട് സുഹാസും 2-3 ജഡ്ജിമാരും നല്ലവരായ ബഹുമാന്യ ജഡ്ജിമാരുള്ള കാരണം ആ വെള്ളക്കെട്ട് അവസാനിച്ചു. ബ്രേക്ക് ത്രൂ പദ്ധതി എന്തോ പേരിട്ടിട്ട് അതിന് തന്നത് NDMRA പദ്ധതി എന്നല്ലേ പൈസ കൊടുത്തത്. 20 കോടിയോ 40 കോടിയോ കൊടുത്തിട്ട് അങ്ങനെയല്ലേ മാറ്റിയേ. അതുകൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾ എന്തായത് ഓടി ഒളിക്കായിരുന്നില്ലേ? ഒരു ഇലക്ഷൻ നടന്നത് തന്നെ വെള്ളപ്പൊക്കത്തിലല്ലേ നടന്നിരുന്നത്. അങ്ങനെയുള്ള വിനോദ ഒരു ബൈ ഇലക്ഷൻ ജയിക്കുന്നത്. എന്താണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാരോ MLAയോ വെള്ളപ്പൊക്കം മാറ്റാനായിട്ട്? ഇപ്പോഴും മഴ പെയ്താൽ പല സ്ഥലത്തും വെള്ളപ്പൊക്കം തന്നെയാണ്. എന്തിനാണ് അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന നെതർലാൻഡ്സിലൊക്കെ പോകുന്നത്? ഇവിടെ തന്നെ അതിനേക്കാൾ മിടുക്കരായ എൻ്റെ സുഹൃത്തുക്കളായ പലരും ഇവിടുത്തെ എൻജിനീയേഴ്സും ഇതിനെക്കുറിച്ച് പഠിക്കുന്നവരുണ്ട്. ഒരൊറ്റ മീറ്റിംഗ് വിളിച്ചാൽ ഞാൻ പ്രൊപ്പോസൽ കൊടുത്തു തരാം 1 മാസം കൊണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട വെള്ളക്കെട്ട് അത് കേന്ദ്ര സർക്കാരാണ് ഫണ്ട് കൊടുത്തത്. ശുചിത്വം കേന്ദ്ര സർക്കാരാണ് ഫണ്ട് കൊടുക്കുന്നത്. കൊതുക് നിങ്ങൾക്കറിയാമല്ലോ, എറണാകുളം ജില്ലയുടെ ശാപമാണ് പുറത്തിരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനൊന്നും ഒരു പദ്ധതിയില്ല. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പദ്ധതികളല്ലാണ്ട് ഇവർക്ക് ഒന്നും വിഭാവന ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദ ലീഡേഴ്സ് ഡസൻ ഹാവ് എ വിഷൻ. ഒരു എറണാകുളം ജില്ലയും പ്രത്യേകിച്ച് എറണാകുളം ഈ പറയുന്ന നിയോജക മണ്ഡലത്തിൻ്റെയും ഒരു പ്രധാന പ്രശ്നങ്ങൾ പഠിക്കുവാനും അതിന് പരിഹാരം നൽകുവാനും പറ്റുന്ന വിഷനുള്ള ഒരു നേതാവിനെ അവർ തിരഞ്ഞെടുക്കട്ടെ. എനിക്കൊരു സംശയവുമില്ല. അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നിങ്ങൾ ചോദ്യം ചോദിച്ചില്ലെങ്കിലും ഏതാണ്ട് സമയമായി എന്നറിഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, എൻ്റെ എതിരാളികൾ LDF UDF അല്ല, വോട്ട് ചെയ്യാതിരിക്കുന്ന യുവാക്കളാണ്. ഒരു നിർഭാഗ്യവശാൽ അഗെയിൻ ഒരു 60 to 70 മാക്സിമം 75 പോലും വരുന്നില്ല വോട്ടിംഗ് പെർസെൻറ്റേജ്. കഴിഞ്ഞവണയൊക്കെ 60-70 ഒക്കെ വരുന്നുള്ളൂ. ഈ വോട്ട് ചെയ്യാത്ത 30% ചെയ്യുന്നത് വലിയ തെറ്റ്. ഞാൻ മനസ്സിലാക്കുന്നത് യുവാക്കൾ ചെയ്യുന്നില്ല. അഭ്യസ്ത വിദ്യരായ യുവാക്കൾ, പ്രത്യേകിച്ച് സാമ്പത്തികമായി അല്പം മുന്നോട്ട് വന്ന യുവാക്കൾക്ക് രാഷ്ട്രീയത്തോട് വിരക്തി വന്നിരുന്നു. അവിടെയാണ് പ്രശ്നം. ഇപ്പം എനിക്ക് തോന്നുന്നത് എല്ലാവരും പുറത്ത്, ഇപ്പം നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് അതാണല്ലോ, അവർ പഠിച്ചു കഴിയുമ്പോൾ തന്നെ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോവുക എന്നുള്ളൊരു ട്രെൻഡാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ. പക്ഷേ രാജ്യത്ത് പോണവരും ഫ്ലൈറ്റ് പിടിച്ച് വോട്ട് ചെയ്യുന്ന നാടുകളുണ്ട്. അത് നമുക്കറിയില്ല, അങ്ങനെ രാഷ്ട്രീയമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് എറണാകുളത്തെ യുവാക്കൾ, വിദ്യാസമ്പന്നരായ യുവാക്കൾ ഒരുപാട് പേര് എറണാകുളത്ത് വന്ന് താമസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഫ്ലാറ്റുകളിലെ ജനങ്ങൾ വന്ന് വോട്ട് ചെയ്യുന്നില്ല. ഫ്ലാറ്റുകളിൽ ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കും അവിടെ ഏതാണ്ട് 20-30% പേർക്കേ വോട്ടുള്ളൂ. ഭരണത്തെ മടുത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ രാഷ്ട്രീയം തന്നെ മടുത്തതുകൊണ്ടാണോ? രാഷ്ട്രീയം തന്നെ മടുത്തതുകൊണ്ടാണ്. അവിടെയാണ് ഞാൻ വെല്ലുവിളി കാണുന്നത്. ഇരു മുന്നണികളും കാണിച്ച നെറുകേട് അല്ലെങ്കിൽ വികസന വിരുദ്ധതയിൽ അവർ മനം മടുത്തിരിക്കുന്നു. അവരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അവരെയാണ് ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്. അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ, അവരുടെ സ്വപ്നങ്ങൾ അതുകൂടി നിറവേറ്റുക. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കിട്ടിയ ഈ പറഞ്ഞ 20%-30% വോട്ടല്ല. ഇൻഫാക്റ്റ് ഇവരെ രണ്ടുപേരെയും എതിർക്കുന്ന ഒരു വിഭാഗം പുറത്ത് നിൽക്കുന്നുണ്ട്. ആ വിഭാഗത്തിൻ്റെ 30% അവർക്ക് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അവരെ വോട്ട് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ജെൻസി കിഡ്സ്, ന്യൂ ജനറേഷൻ, ഐ ആം ജസ്റ്റ് ഷിഫ്റ്റിംഗ് മൈ ക്യാമ്പയിൻ ടുവേർഡ്സ് ദാറ്റ് ഏരിയ. ഒരു യുവാക്കളെയും ചെറുപ്പക്കാരെയും വിദ്യാസമ്പന്നരെയും എല്ലാം വോട്ടിങ്, അവർ ആർക്കെങ്കിലും വോട്ട് ചെയ്യട്ടെ. ഞാനിപ്പോൾ അതാ പറയുന്നത്. അവർ ഇലക്ഷനിൽ വോട്ട് ചെയ്യണം, പാർട്ടാവണം. ദെൻ ലെറ്റ് ദേ തിങ്ക് വെദർ ഇറ്റ്സ് എ UDF or NDA or LDF. ആരാണ് നിങ്ങളുടെ ചിന്തകൾക്കൊപ്പം നിൽക്കുന്നത്, നിങ്ങളുടെ പ്രതീക്ഷകൾ? നമുക്കെല്ലാം എന്താ പറയുക, ഓൺലൈനിലെല്ലാം ചെക്ക് ചെയ്യാം. അതെ, അതുകൊണ്ട് എനിക്ക് യുവാക്കളോടുള്ള ഒരു റിക്വസ്റ്റ്, നിങ്ങൾ 3 സംഘടനകളെയും പഠിക്കൂ. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ഞങ്ങളെ ശക്തമായിട്ട് തെറ്റുണ്ടെങ്കിൽ എതിർക്കുക, ഞങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുക. പക്ഷേ നിശബ്ദരാവരുത്, വോട്ട് ചെയ്യാതിരിക്കരുത്. ഇത് നടന്നു കഴിഞ്ഞാലേ ഇവിടുത്തെ ജനാധിപത്യം പൂർണ്ണമാവുകയുള്ളൂ. അല്ലാണ്ട് 60% വോട്ട് ചെയ്ത് കിട്ടുന്ന ഒരു പോളിംഗ് അല്ല. അത് ചില ജനാധിപത്യത്തെ അടിച്ചേൽപ്പിക്കുകയാണ്. ചില ചെറു സംഘടനകളും ചെറിയ പ്രസ്ഥാനങ്ങളും തീവ്രവാദ സംഘടനകളും നമ്മളുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്ന ജനാധിപത്യമായി മാറുന്നു. അത് മാറണം.
അത് മാറിയിട്ട് 100% ജനങ്ങളും വോട്ട് ചെയ്യണം. ആർക്കെങ്കിലും വോട്ട് ചെയ്തോളൂ. എറണാകുളം മണ്ഡലത്തിൽ എന്താണ് അങ്ങ് കാണുന്ന എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ അങ്ങേക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മേജർ പ്രശ്നം എന്ന് പറയുന്നത് ആ മണ്ഡലത്തെ സംബന്ധിച്ച് എന്താണ്? ഞാൻ ഒരു ദീർഘമായ എൻ്റെ ഒരു മാനിഫെസ്റ്റോ ഞാൻ ഇറക്കുന്നുണ്ട്. അതിൽ 2 രീതിയിലാണ്. ഒന്ന് സോഫ്റ്റ് കോപ്പി, ഒരു കുറച്ചും കൂടെ ദീർഘമായതും, ഹാർഡ് കോപ്പി കുറച്ചും കൂടെ ചെറുത് ഇറക്കുന്നുണ്ട്. പൊതുവേ ജനങ്ങൾ വിശ്വസിക്കുന്നത് എറണാകുളത്ത് സ്ഥലമില്ല വികസനത്തിനെന്നാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളത് ഐലൻഡിലാണ്. ഐലൻഡിലെ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ സ്ഥലങ്ങളും മറ്റും എടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരും കൂടി യോജിച്ചുകൊണ്ട്, കേന്ദ്ര സർക്കാരും യോജിച്ചുകൊണ്ട് നമുക്കൊരു ഇൻ്റർനാഷണൽ സിറ്റി വേണമെങ്കിൽ വി ക്യാൻ റീക്രിയേറ്റ്. ഒരു ടൂറിസമായിട്ട് ബന്ധപ്പെട്ടും അവിടുത്തെ ഒരു മേ ബി ഒരു സിംഗപ്പൂരിനെ വെല്ലുന്ന ഒരു സിറ്റി വേണമെങ്കിൽ ഉണ്ടാക്കാം. സിംഗപ്പൂർ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇറ്റ്സ് സ്മോൾ, അതിൻ്റെ ഒരു ടൈനി പാർട്ട് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച റോഡുകളും, പക്ഷേ റോഡുകൾക്കൊത്ത കാനകളില്ല. അതുകൊണ്ടാണ് ഈ ടൈൽ വാട്ടർ പ്രശ്നം. അപ്പോൾ ഈ വെള്ളം നമുക്കറിയാമായിരിക്കും. ഇപ്പോൾ പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വെള്ളം പോകില്ല വേലിയേറ്റ സമയത്ത്, അപ്പോൾ തടഞ്ഞേക്കുന്നുണ്ട്. അതാണ് ഈ വെള്ളപ്പൊക്കം വരുമ്പോഴത്തേക്കും ചിലത് അപ്പോൾ വലിയ പമ്പുകൾ വെച്ച് വെള്ളം പമ്പ് ചെയ്ത് കളയാൻ പറ്റുമോ? അത് സാധിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. പല സ്ഥലങ്ങളും ഫെയിലിയർ ആയിട്ടുണ്ട്. നമ്മുടെ ഒരു ജില്ലയിൽ അത് പ്രാവർത്തികമാകുമോ? അങ്ങനെ മറ്റു പല രാജ്യത്തും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഫെയിലിയർ ആയ സ്ഥലമുണ്ട്. പക്ഷെ അത് പഠിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത്. വി ക്യാൻ ക്രിയേറ്റ് ദാറ്റ്. അപ്പോൾ അത് വെള്ളപ്പൊക്കം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ക്ലീനിങ്, ശുചിത്വം, അത് മുഴുവൻ ഫണ്ടും ഉപയോഗിച്ച് ഇവിടെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കപ്പെടണം. നമുക്കറിയാം പല സ്കൂളുകളും, പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂള്, പിന്നെ ഈ പറയുന്ന ചിന്മയ, അമൃത, ദ്യോദയ, അത്തരത്തിലുള്ള പദ്ധതികൾ നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് സ്കൂളുടെ അവസ്ഥ, കളിസ്ഥലമില്ല, കൃത്യമായ മെയിൻ്റെനൻസ് ഇല്ല. അവിടെയും SRV സ്കൂളൊക്കെ ഭയങ്കര വെള്ളപ്പൊക്കം പ്രശ്നങ്ങളാണ്. പല സ്കൂളുകൾക്കും ന്യൂ ജനറേഷൻ കുട്ടികൾ അങ്ങോട്ട് വരുന്നില്ല, ഒരു ആകർഷണം ഉണ്ടാവുന്നില്ല അവർക്ക്. ഇല്ല, നമ്മൾ അത് എല്ലാ രീതിയിലും ഇപ്പോൾ സ്പോർട്സ് നോക്കുകയാണെങ്കിലും, പണ്ടൊക്കെ നമുക്കറിയാം ആൽബർട്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും, ഞാൻ ആൽബർട്ടേറിയൻ അങ്ങേക്ക് അറിയാമല്ലോ. പക്ഷെ ആ ഒരു എന്താ പറയുക ആകർഷണം ഇന്നത്തെ സ്കൂളുകൾക്കോ കോളേജുകൾക്കോ കിട്ടുന്നില്ല എന്നുള്ളൊരു, പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളുകൾക്ക്. എന്തുകൊണ്ട് ഒരു കുട്ടി അവിടെ ചേരണം എന്നുള്ള ഒരു മാതാപിതാക്കൾക്ക് ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ മാർക്കായി നിൽക്കുകയാണ്. എനിക്ക് നിങ്ങൾ ഈ ചർച്ച ഞാൻ പെട്ടെന്ന് കയറി പറഞ്ഞാണ്, വേദനിപ്പിക്കുന്ന മറ്റൊരു മഹാരാജാസ് കോളേജിലൊക്കെ എത്ര സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കണമെന്ന് അറിയാം. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഏതാണ്ട് 100,000-ഓളം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കും. 83,000 സംതിങ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അത് ഗവൺമെൻറ് റിപ്പോർട്ടാണ്. സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. യുവാക്കൾക്ക് ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ സിലബസ് ഏറ്റവും മോശമായതും, വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ നൽകാൻ പാകമല്ലാത്തതും, അവർക്ക് യാതൊരുവിധ ഗുണകരമല്ല എന്ന് അവർ ചിന്തിക്കുന്നതുമായ ഒരു പഴയ ടെക്നോളജി, ഒരു അപ്ഗ്രേഡേഷൻ വരുന്നില്ല, ഒട്ടും നടന്നിട്ടില്ല. അതുകൊണ്ടാണ് 1,00,000. നിങ്ങൾക്കറിയില്ല, മറ്റുള്ള പല കോളേജുകളിലും അവർ ലക്ഷങ്ങൾ കൊടുത്ത് പോകുമ്പോൾ ഇവിടുത്തെ പഠിക്കുന്നില്ല, എന്നിട്ട് വെറുതെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാണ്. യൂണിവേഴ്സിറ്റികൾ തകർന്നു, സ്കൂളുകൾക്ക് ഡ്രോപ്പ് ഔട്ട് ആവുന്നില്ല, മറ്റുള്ള പഠിക്കുന്നുണ്ട്. പക്ഷേ അതേപോലെ ഈ പറയുന്ന മറ്റുള്ള സ്കൂളുകളിലാണ് എന്നുള്ളത് നമ്മൾ ഭയക്കുന്ന ഒരു പ്രശ്നമാണ്. അത് ഇപ്പോൾ ഈവൻ ITIകളിലും ഇത്തരത്തിലുള്ള ITI പഠിച്ച് പാസ്സായവർക്ക് ജോലി കിട്ടുന്നുണ്ട്. പക്ഷേ അവരെ ഞാൻ മനസ്സിലാക്കുന്ന പല ഇൻഡസ്ട്രികൾക്കും ദേ ആർ നോട്ട് ഹാപ്പി അബൌട്ട് ഇറ്റ്. ഒരു പുതിയ ടെക്നോളജി അവരെ പഠിപ്പിക്കുന്നില്ല എന്നുള്ള പ്രശ്നവും കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ഈ പറയുന്ന ആരോഗ്യ നിലവാരത്തിലൊക്കെ നമ്മൾ വളരെയേറെ പുറകോട്ട് പോയിരിക്കുന്നു. ഞാൻ മറ്റൊരു കണക്ക് പഠിച്ചപ്പോഴത്തേക്കും കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് PSC സെൻ്ററുകൾ ആദ്യം 5-10 ഒറ്റയാണ് പുതിയ ഈ പറയുന്ന ബേസിക് ഇത് വന്നേക്കുന്നത്. എറണാകുളത്ത് ഒന്നും വന്നിട്ടില്ല. എറണാകുളം ജില്ലയിൽ ഇത്രയും ഈ പറയുന്ന ഒരു ആരോഗ്യ മേഖലയെക്കുറിച്ച് വലിയ വർത്തമാനം പറയുമ്പോൾ എറണാകുളം ജില്ലയിലും പോപ്പുലേഷൻ കൂടിയിട്ടുണ്ടല്ലോ, പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ. പക്ഷേ ശിശുമരണം കുറവാണ്. കാരണം നല്ല ഈ പ്രത്യേകിച്ച് ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറിമാരുടെ ആരോഗ്യശാലകളും ആശുപത്രികളും അതുപോലെ തന്നെ പ്രൈവറ്റ് ആശുപത്രികളും പണവും കൊണ്ട് കാരണം ശിശുമരണം കുറവാണ്, അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുക്കളുടെ മരണം കുറവാണ് കമ്പയർ ടു അതർ സ്റ്റേറ്റ്. അത് സ്റ്റേറ്റിൻ്റെ നേട്ടമല്ല, ആരോഗ്യ മേഖലയിൽ മറ്റ് സർക്കാരേതര സംവിധാനങ്ങൾ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഭാഗമായിട്ടാണ്. അത് കേരളം വലുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ, അത് ആരോഗ്യ മേഖലയിലായാലും ശുചിത്വത്തിൻ്റെ മേഖലയിലായാലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും കേരളത്തിനൊരു കുതിച്ചുചാട്ടം വേണം. അതിന് ശരിക്കും മാതൃക ആകേണ്ടത് എറണാകുളം സിറ്റിയാണ്. അതിന് പറ്റും. എന്നിട്ട് പോലും നമ്മളുടെ ഈ പറയുന്ന ഭരണരംഗത്തെ കൊടുകാര്യസ്ഥത മൂലം സംസ്ഥാന സർക്കാരും അതുപോലെ ഇവിടുത്തെ ഈ പറയുന്ന ഇരു മുന്നണികളിലെ പ്രത്യേകിച്ച് ഈ MLA മാരുടെയും ഒരു വിഷൻ ഇല്ലാത്തത് കൊണ്ടാണ്
ഇത്തരം കുഴപ്പമുണ്ട്. സ്ഥലങ്ങളുണ്ട്, ഇവർക്ക് പണമുണ്ട്, ഇവിടെ ജനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, ഇത്തരത്തിലുള്ള പബ്ലിക് ഗവൺമെൻറ് പാർട്ടിസിപ്പേഷനിൽ ചെയ്യാൻ പറ്റേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് നമ്മുടെ MLA-മാർ ഇരിക്കുന്നത് ഹൈമാസ്ക് ലൈറ്റുകളും ചില ബസ് സ്റ്റോപ്പുകളും കെട്ടിവെച്ചാൽ വികസനമായി അവരുടെ പേര് വലുതായിട്ട് വെക്കാമെന്നല്ലാണ്ട് ഒരു ഗ്രാസ് റൂട്ട് ലെവൽ വികസനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക് ബോൺ ക്രിയേഷൻ നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം അങ്ങയുടെ മണ്ഡലത്തിലെ പ്രചരണത്തിന് ഏതെങ്കിലും ദേശീയ നേതാക്കൾ വരാൻ സാധ്യതയുണ്ട്? ദേശീയ നേതാക്കളുടെ കുത്തൊഴുക്കാണ്. ഞാനിപ്പോൾ അതെന്ത് എന്ന് വെച്ചിരിക്കുകയാണ്. ശ്രീ നിർമ്മല സീതാരാമൻ 29th ഒരു പക്ഷത്തേക്കും നിതിൻ ഗഡ്കരിയും നിതിൻ നബീൻജിയും അപേക്ഷ അടക്കം വരുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എറണാകുളം ജില്ലയിൽ ഇവരൊക്കെ എത്തും. പക്ഷേ എറണാകുളം ടൗണിന് എത്ര പേര് ഒന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ നദ്ദാജിയും ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. പക്ഷേ അവരുടെയും ടൂർ പ്ലാൻ അതിനിടയ്ക്ക് പെട്ടെന്ന് PM തൃശ്ശൂർ വരുന്നുണ്ട്. സോ അപ്പോൾ അതേ ദിവസം ഇവർ വന്ന് ഇവർക്ക് ക്യാബിൻ സ്പേസ് കിട്ടില്ല. നിങ്ങൾ PM എന്ന PM-ൻ്റെ അല്ലേ ഇവിടെ ഉള്ളത്, കൂടെ ഞാനും നിർമ്മല സീതാരാമൻജിയും ഇതിൽ കൂടെ നടന്ന നിങ്ങളൊരു ന്യൂസും കൊടുക്കില്ല. സോ ഐ ആസ്ക് ദം ടു ചേഞ്ച് ദ പ്രോഗ്രാം. അപ്പോൾ അങ്ങോട്ടും കൂടെ ചില ക്രാഷ് അറിയാമല്ലോ. ലാസ്റ്റ് മിനിറ്റ് ഒരു 3-4 ദിവസമൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ പൊളിറ്റിക്കലി. കാരണം മറ്റ് 4 സ്ഥലത്തും ഇലക്ഷൻ ഉണ്ട്. ഞങ്ങളുടെ ഭാഗ്യവശാലും അവരുടെ നിർഭാഗ്യവശാലും ഇവർക്ക് പലർക്കും പണിയൊന്നുമില്ലല്ലോ. ഈ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും നേതാക്കൾക്ക് അങ്ങനെ പണിയൊന്നുമില്ല. ഇപ്പോൾ ആസാമിൽ മാത്രമേ ഉള്ളൂ. അതെ, പ്രതീക്ഷ. അല്ല, ആസാമിലും എനിക്കൊന്നുമില്ല. അവർ അത്ര വലിയ പ്രതീക്ഷയിലാണ്, എല്ലാവരും വഴിവിട്ട് പോയി. ബംഗാളിൽ വലിയ റോളില്ല, തമിഴ്നാട്ടിലും. പക്ഷേ ഞങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലായിടത്തും പോകണം. പോണ്ടിച്ചേരിയിൽ വരെ ഞങ്ങളുടെ നേതാക്കൾക്ക് പോകേണ്ടി വരുന്നത് കാരണം എന്നാലും ഞങ്ങൾക്ക് നേതാക്കളും എണ്ണമുണ്ട്. സ്റ്റിൽ വി ആർ ഫൈറ്റിംഗ്. അത് കാരണം ചെറിയ നല്ല ടൈറ്റാണ്. ആകെ 20 പ്രാവശ്യം വളരെ കുറവാണ് ദിവസങ്ങൾ. നമ്മൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ തമിഴ്നാടിന് കുറച്ചും കൂടി കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. കേരളത്തിന് നന്നായി ചെലവ് വയ്ക്കാൻ ഒരു ദിവസം നീട്ടുകയെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷേ ഞങ്ങൾക്ക് എറണാകുളത്ത് ഞങ്ങൾ 3 സ്ഥാനാർത്ഥികളും വളരെ സൗഹൃദത്തിലാണ്. ഞങ്ങൾ വ്യക്തിപരമായി ഒരു ആരോപണം ഉന്നയിക്കില്ല എന്ന് മുമ്പ് തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ. അവരെ നേരത്തെ നന്നായിട്ട് അറിയാം. ഇവർ രണ്ടുപേരും ഡെപ്യൂട്ടി ചെയർമാനൊക്കെ ആയിരുന്നു, കൗൺസിലറായിരുന്നു. ഞാനും വിദ്യാർത്ഥി കാലഘട്ടത്തിൽ എൻ്റെ സീനിയറായിട്ട് പഠിച്ചാണ് സാബു. ഞങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. അത് കാരണം വ്യക്തിപരമായിട്ടുള്ള ഒരു 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും വ്യക്തിപരമായോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായോ പറയില്ല. രാഷ്ട്രീയമായിട്ടൊന്നും ഞങ്ങൾ തീർച്ചയായിട്ടും പറയുകയും ചെയ്യും. ഇപ്പോൾ ഞാനും മോശമല്ലാണ്ട് പറഞ്ഞു എന്ന് എൻ്റെ വിശ്വാസം. പക്ഷേ ഞങ്ങൾ മിക്കവാറും എല്ലായിടത്തും കണ്ടുമുത്തും. വൈകുന്നേരം ആകുമ്പോൾ ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇപ്പം പൊങ്കാല സമയത്തൊക്കെ സ്ഥിരം ഹെൽത്തി കോമ്പറ്റീഷനാണ്. അത് ഞാൻ ഉറപ്പ് വരുന്നു. എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പോലും ഞാൻ ഉറപ്പ് വരുന്നു. അവർ മോശമായിട്ട് എന്നെക്കുറിച്ചോ അല്ലെങ്കിൽ സംഘടനയെക്കുറിച്ചോ അങ്ങനെ ഒന്നും പറയില്ല. പൊതുവെ കേരളത്തിൽ ഇത്തവണ കുറവാണ്, ചില കൈവെട്ട പോലെയൊക്കെ വരുന്നത്. നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവിട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു അങ്ങേക്ക്.